അങ്ങനെ പ്രൊമോഷൻ്റെ കാര്യത്തിൽ സമീപകാലത്ത് ഒരു സൂപ്പർ സ്റ്റാർ പടം ഏറ്റവും താഴെ പോയിട്ടുള്ളൊരു പടമാണ് തുടരും. അപ്പോൾ അതുണ്ടാക്കുന്ന ഇത്രയും ഹ്യൂജ് സക്സസ് എന്ന് പറഞ്ഞാൽ അതങ്ങേറ്റം ജൈവികമാണ്. കാരണം ആ പടത്തിനകത്ത് എന്തുണ്ടോ അതിന് മാത്രം കിട്ടുന്ന വിജയമാണ്. ഞാൻ എമ്പുരാനെ തള്ളി പറയല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ മോഹൻലാൽ എന്ന് പറയുന്ന ആൾ, അപ്പോൾ അതിനെ കണ്ട ആൾക്കാർ നോക്കുക, എല്ലാവരും ഒരാൾ പോലും അതിനെക്കുറിച്ച് നെഗറ്റീവായ കമൻറ്റ് പറയുന്നില്ല എന്ന് മാത്രമല്ല, മോഹൻലാലിനോട് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, മോഹൻലാലിൻ്റെ അഭിനയം കാണാൻ ഇഷ്ടമാണ്, മോഹൻലാലിൻ്റെ മെയ്വഴക്കം കാണാൻ ഇഷ്ടമാണ്, അത് തുടരെ അവസാനം വരെ കാണാൻ കഴിയുന്ന ഒരു പടം എന്നാണ് എല്ലാവരുടെയും കമൻറ്റ്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മളിതിനു മുമ്പ് സംസാരിച്ചതാണ്, മോഹൻലാൽ എന്ന് പറയുന്നത് ഏതെങ്കിലും 3 പടം പരാജയപ്പെട്ടു പോയതുകൊണ്ട് മലയാളിയുടെ മനസ്സിൽ നിന്നോ തിയേറ്ററിൻ്റെ ആവേശത്തിൽ നിന്നോ വിട്ടുപോകുന്ന ഒരാളല്ല. ഏത് നിമിഷാർദ്ധത്തിലും തിരിച്ചു വരാൻ പറ്റും. കാരണം നമുക്കറിയാലോ, മോഹൻലാലിൻ്റെ പടങ്ങൾക്ക് വേണ്ടത്ര വിജയിക്കാതിരുന്ന കാലത്ത് അദ്ദേഹം ജയിലറിലെ ഒരൊറ്റ ഷോട്ട് കൊണ്ട് വീണ്ടും ആവേശം ഉണ്ടാക്കിയാണ്. അത്രയും മലയാളിയുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാറാണ് മോഹൻലാൽ. അവരുടെ ജീവിതവും അത്രയും ബന്ധിതമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അത്ഭുതമൊന്നുമില്ല, കൊള്ളാവുന്ന ഒരു പടം കിട്ടിയാൽ മോഹൻലാൽ ഏത് സമയത്തും അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഇപ്പോഴും അങ്ങനെ ഏറ്റവും വിപണി മൂല്യമുള്ള സൗത്തിലെ സ്റ്റാർസിൽ ഒരാൾ, മലയാളത്തിലെ ഏറ്റവും വലിയ താരം മോഹൻലാലാണെന്നതിൽ തർക്കമില്ല. മോഹൻലാലാണ്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരും. അത് അദ്ദേഹം വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്യാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കൊരു കാര്യം, അദ്ദേഹം അത് ആവർത്തിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നു പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുക. മോഹൻലാലിനെ വെച്ച് ഒരു സംഗതി ചെയ്യാൻ ആഗ്രഹമുള്ള ഒത്തിരി പേര് പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും ഡേറ്റ് കിട്ടുന്നുള്ള പ്രശ്നമുണ്ട്. ഒരിക്കൽ സംസാരിക്കാൻ മോഹൻലാൽ തന്നെ പറയുന്നുണ്ട്, പുതിയ കുറേ ആളുകൾ എന്നോട് സംസാരിക്കാൻ വരുന്നു, ഞാൻ അവരുടെ കഥകൾ കേൾക്കുന്നു, എനിക്ക് പുതുതായി ഒന്നും തോന്നുന്നില്ല, ഞാൻ പലതും ഒഴിവാക്കുകയാണ്, ഞാൻ എന്തുകൊണ്ട് പുതിയ ആളുകളോട് സിനിമ ചെയ്യുന്നില്ല നിങ്ങളെല്ലാവരും ചോദിക്കുന്നു. എനിക്ക് എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നതായിട്ടൊന്നും അതിനകത്തില്ല. പലതും ഞാൻ ചെയ്തതോ അല്ലെങ്കിൽ ചെയ്തവരുടെ സമ്മിശ്രമൊക്കെ ആയിട്ടുള്ള സാധനങ്ങളാണ് കാണുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, അങ്ങനെ അദ്ദേഹം ഒഴിവാക്കി വിട്ട എത്രയോ സിനിമകൾക്കകത്ത് ഹിറ്റുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പകരം അദ്ദേഹം ചെയ്ത സിനിമകളൊന്നും അതിന് വലിയ ഹിറ്റ് ഉണ്ടാക്കി കൊടുത്തില്ല എന്ന് മാത്രമല്ല, പലതും അദ്ദേഹം ചെയ്യേണ്ടാത്ത സിനിമകളായിരുന്നു, പലതും വലിയ പണം മുടക്കി ആശീർവാദത്തിന് പൈസ പോയ സിനിമകളാണ്, ആവർത്തനങ്ങളായിരുന്നു. മോഹൻലാലിന് എന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ എല്ലാ തരത്തിലുള്ള സംഗതികളും മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറിയ മോഹൻലാലിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന ക്വസ്റ്റ്യൻ കൂടി അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ മോഹൻലാൽ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കട്ടെ, തരുൺ മൂർത്തിയായിട്ട് ഉണ്ടാക്കിയ ബന്ധം പോലെ ഉണ്ടാക്കട്ടെ. ഒരേ സമയം മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അദ്ദേഹത്തിൻ്റെതായ ചില സവിശേഷതകളുള്ള ആക്ടറും, ഒപ്പം പുതിയ കാലത്തെ എഴുത്തും പുതിയ കാലത്തെ സിനിമയുടെ ടെക്നോളജിൻ്റെ അപ്രോച്ച്, ഇതിൻ്റെ ഒരു സമന്വയം അതിനകത്ത് ഉണ്ടാക്കേണ്ടത്. അത് ഉണ്ടാക്കാൻ പുതിയ ആളുകൾക്ക് കാഴ്ചപ്പാടുണ്ട്. അവർക്ക് കൂടുതൽ സമയവും അവസരവും മോഹൻലാൽ കൊടുക്കുമ്പോഴാണ് വലിയ വിജയങ്ങൾ ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. മോഹൻലാൽ കുറച്ചുകൂടെയൊക്കെ മുണ്ടെടുക്കുകയും ഒരു നാട്ടുകാരനായി നിൽക്കുകയും ചെയ്യുന്ന കാരണം ആൾക്കാർക്ക് ഇഷ്ടം തോന്നും കേട്ടോ. മറ്റ് പരീക്ഷണം പാടില്ല എന്നല്ല. ഇപ്പോൾ സാഗർ ഇലിയാസ് ജാക്ക് ചെയ്തപ്പോഴായാലും, ഇപ്പോൾ എമ്പുരാനിൽ അദ്ദേഹത്തിൻ്റെ സംഗതികളായാലും അത് ഉണ്ടാക്കിയേക്കാൾ കൂടുതൽ ഗൂസ് ബംപ് മോഹൻലാൽ മുണ്ട് മടക്കി കുത്തി ഒരു കാലം കൊണ്ട് മുണ്ട് മടക്കി കുത്തുമ്പോൾ മലയാളിക്ക് കിട്ടും. അപ്പോൾ അതിനെ എങ്ങനെ നമ്മുടെ കഥാപരിസരമായിട്ട് ബന്ധിപ്പിക്കാമെന്നൊക്കെ ആലോചിക്കുന്ന സംഗതികൾക്കായിരിക്കും കൂടുതൽ റീസൺ എന്നൊക്കെ എനിക്ക് തോന്നുന്നത്. അത് എൻ്റെ ഒരു കാഴ്ചക്കാരൻ നിൽക്കാൻ പറയാം. അതിനപ്പുറത്തേക്കുള്ള മോഹൻലാൽ ഒരിക്കലും പാനിടാൻ പാടില്ല എന്നല്ല. അപ്പോൾ മാറിയത് മനസ്സിലാക്കുക എന്നത് പ്രധാനമാണ്. അപ്പോൾ അദ്ദേഹത്തിനത് മനസ്സിലാക്കാൻ പറ്റണം. ഇനി അദ്ദേഹത്തിന് വേണ്ടി കഥ കേൾക്കുന്നവർ ഉപദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ പറ്റണം. ആൻ്റണി പെരുമ്പാവൂരിനടക്കം ഈ തുടരത്തിൻ്റെ വിജയം ഒരു പ്രചോദനമാവട്ടെ എന്ന് ഞാൻ പറയും. ദിലീപിനെ പോലുള്ള ആൾക്കും പ്രചോദനമാണ്. ദിലീപ് ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി, അതിനും വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല. നിരന്തരമായി ദിലീപിൻ്റെ പടം വരുന്നു, പരാജയപ്പെടുകയാണ്. അപ്പോൾ ഒരു ഘടകമുണ്ട്. ദിലീപ് ആ നടിയെ ആക്രമിച്ച കേസ് വന്നതോടുകൂടി ആളുകൾക്കിടയിൽ അനഭിമിതനായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആളുകൾക്കൊരു ഇനീഷ്യൽ നമുക്കൊരു സ്നേഹവും അടുപ്പവും ഉണ്ടായാലാണ് സിനിമ കാണാൻ പോകാൻ പറ്റുക. ആ പ്രശ്നം ഒരു കൂട്ടം മലയാളികൾക്ക് ദിലീപിനോടുള്ളപ്പോൾ തന്നെ ദിലീപ് പഴയ സംഗതികൾ ആവർത്തിക്കാൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏതൊന്നിനുമില്ലല്ലോ. അവസാനം വരെ ഒരേ ഒരു സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക, ആ സ്റ്റൈലുമായിട്ട് അവസാനം വരെ ജീവിക്കുക. ഇപ്പം ജയറാമൊക്കെ പോയത് നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഈ കേസൊക്കെ മാറ്റി നിർത്തിയാൽ പോലും ദിലീപ് നിരന്തരമായി ഇപ്പം നേരിടുന്ന ഒരു ക്രൈസിസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തിയേറ്ററിൽ നേരിടേണ്ടി വരുന്ന ഈ പരാജയങ്ങൾ എല്ലാവർക്കും ഉള്ള ഒരു പാഠം അതിനകത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് മോഹൻലാൽ പുതിയ മോഹൻലാലിന് വേണ്ടി ആഗ്രഹത്തോടെ കാത്തു നിൽക്കുന്നവർക്ക് ഡേറ്റ് കൊടുക്കട്ടെ. ഞെട്ടിക്കുന്നത് ഇനിയും ഒരുപാട് വരട്ടെ.